എന്നൊക്കെ ഉണ്ടെന്ന് ഇപ്പം അറിയത്തില്ല, നോക്കട്ടെ. കാശിയായിട്ട് ചന്നം പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് എറിഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല, അടിക്കുന്നില്ല. പക്ഷെ കണ്ടമാനം മീൻ കിടക്കും, വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ട്രാപ്പുണ്ട്, ട്രാപ്പ് നമ്മുടെ പഴയ ട്രാപ്പ് പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നേക്കുക. നമ്മളിങ്ങനെ വെള്ളത്തിൽ താകുക. നാളെ രാവിലെ, ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും വന്ന് നമ്മൾ നോക്കും. എല്ലാവരും മീൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്, കിട്ടുമില്ലോ നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം. ഇതാണ് ഡബിൾ സൈഡ് ട്രാപ്പ് കേട്ടോ. ഈ ഒരു കൂടിന് 500 രൂപ വില വന്നിട്ടുള്ളൂ. ഈ രണ്ട് സൈഡിൽ നിന്ന് ഹോളുണ്ട്. മീൻ അങ്ങോട്ട് ഇറങ്ങിയാലും ഇങ്ങോട്ട് ഇറങ്ങിയാലും ഈ ഹോളിലൂടെ കയറി അകത്തായിട്ട് അത് ലോക്കാവും. പിന്നെ മീൻ തിരിച്ചിറങ്ങി പോകത്തില്ല, അതിൻ്റെ അകത്ത് തന്നെ കിടന്നോളും. ഇത് വെക്കുന്നത് ഇതുപോലെ നിസ്സാര പരിപാടിയേ ഉള്ളൂ. ഏതെങ്കിലും വെള്ളത്തിൽ കൊണ്ട് ഇങ്ങനെ താത്തിടുക. പിന്നെ വെക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കൂടിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ പുല്ലൊക്കെ താത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടുന്ന ലെവലാക്കി, സാധാരണ വെക്കുന്ന പോലൊക്കെ തന്നെ ലെവലാക്കി വെക്കുക. അത്രയും പരിപാടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗായ്സ്, 2 കൂടും താത്തിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് നോക്കാം. ഗായ്സ്, ഇതിൻ്റെ അകത്ത് നമ്മൾ കൂട് വെച്ചിരുന്നത്. കൂട് കാണുന്നില്ലല്ലോ. കൂട് അവിടെ ഇരിപ്പുണ്ട്, ഇതാണ്ടിരിക്കുന്നു കൂട്. ശകലം വെള്ളമുണ്ട്. ഗായ്സ്, എന്തോ മീൻ കിടപ്പുണ്ട് കേട്ടോ, എന്തോ കിടപ്പുണ്ട്. എന്നാ കാണാമോ നമുക്ക്? അമ്പട വലിയ വരാലം കാണാണേ, കണ്ടോ? ഇളകുന്ന കണ്ടോ? വെള്ളം ഇറങ്ങിപ്പോയി. ഇത്രയും വെള്ളം അല്ലായിരുന്നു, നമ്മൾ വെച്ചപ്പോൾ നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിപ്പോയി, വെള്ളം എടുക്കുന്നില്ല. നമുക്കേ കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് വലിച്ചിടാൻ നോക്കാം. അനങ്ങുന്നില്ല ഗൈസ്. നമുക്ക് വള്ളി കിട്ടിയ രക്ഷപ്പെട്ട്. അതിനെ കൂടിനകത്ത് മീൻ കിടക്കുന്നതാണ്. ഒമ്പട 2 ചേറുമീനാണ് ഗൈസ്. ഒരു ചേറുമീനും ഒരു ഇതുമുണ്ട്. 500 രൂപയ്ക്ക് മേടിച്ച കൂടാ ദേ ഇരിക്കുന്നത്. നമ്മൾ ഇന്നലെ കൊണ്ട് വെക്കുമ്പോൾ ഇവിടെ മൊത്തം വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ഇറക്കായിരുന്നു. ഈ ചാലുവഴി കയറി ഈ മീൻ ഇതിനകത്ത് കിടക്കുക. അതിപ്പോൾ നിങ്ങൾ കണ്ടേ, ഇത് കാണിച്ചു തരാം. മീൻ ചാടുന്നതാണേ, കണ്ടോ? കണ്ടോ മീൻ കിടക്കുന്നുണ്ടോ? കണ്ടോ? എന്നൊക്കെ ഉണ്ടെന്ന് ഇപ്പം അറിയത്തില്ല, നോക്കട്ടെ, കാണിക്കാം. എന്നാലും മുട്ടൻ ചേറുമീനും അമ്പോടാ 2 ചേറുമീനും ഒരു വലിയ ചേറുമീനും ഒരു വേറെ ചെറിയൊരു വരാലും മതി. അയ്യോ, നല്ല വെയിറ്റുള്ള ചെറിയ മാന്താപ്പ് ഐറ്റം. അയ്യോ ഒമ്പടാ, മാന്താപ്പ് ചേറുമീൻ കണ്ടോ? ചേറുമീനെ കണ്ടോ? അയ്യോ, ഇതൊക്കെ ചൂണ്ടയടിക്കാൻ വേണ്ടി നമ്മൾ ഈ ചൂണ്ടയായിട്ട് ഇറങ്ങുന്നത്. അയ്യോ, എന്നാ സാധനം അത് കിടക്കുന്നുണ്ടോ? എത്ര കിലോ വരും അത്? അടിപൊളി കിണ്ണനൊരു ചേറുമീനെ കണ്ടോ? അടിപൊളി സാധനം. ദേ കണ്ടോ? ഒമ്പടാ, ഇതിൻ്റെ കായ്സ് അത് എത്ര കിലോ വരും? നിങ്ങൾ തന്നെ ഇത് പറ. കണ്ടോ ചാടുന്നുണ്ടോ? കണ്ടോ ഒമ്പട. ഇതൊക്കെ ചൂണ്ടയടിച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റാ. എല്ലാം ചേറുമീനാന്ന് നോക്കി. ഞാനതിനെ വെളിയിലെടുത്തിട്ട് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാവേ. എൻ്റെ ഗായ്സ്, ഇവനൊക്കെ ചൂണ്ട അടിച്ചോണ്ടല്ലോ, അടിച്ച് പറപ്പിച്ച് കളയും ഗായ്സ്.
രക്ഷയില്ല, ഇവനൊന്ന് വെളിയെടുക്കണമെങ്കിൽ നല്ല ചടങ്ങ്. ഒരു ഗ്രിപ്പ് റയിലൊന്നും നിൽക്കത്തില്ല, പറക്കടാ. അങ്ങനെ ഇങ്ങനെയൊന്നും കാണിക്കാനും പറ്റത്തില്ല. ഇതിനെയൊന്ന് കാണിക്കണമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാവേ, എടുത്ത് കാണിക്കാം, നോക്കാം. ഇത് കണ്ടോ ഗായ്സ്, ഇത് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. വേറെ അതുകൊണ്ടല്ല, ഇവൻ ചാടിപ്പോയ മൂഞ്ചി. ഇത് കണ്ടോ കണ്ടോ, എന്നാ സാധനമാണ് ചെറുമീനെ കണ്ടോ, അടിപൊളി സാധനമല്ലേ. എങ്ങനെയാ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടോ ചെറുമീൻ, കണ്ടോ കണ്ടോ. ഉപ്പ പോയാനെ കണ്ടോ, പോവും. അവിടെ ഞാൻ ഒത്തിരി ഇട്ട് കാണിക്കുന്നില്ല, ഒറ്റയ്ക്ക് പോളി ചുറ്റിനും വെള്ളം. ഞാൻ പാക്ക് ചെയ്യാം ഇവനെ. പിന്നെ ഒരെണ്ണം ചെറുതാ, ഒരു വലിയ വരാലും ഒരു മീഡിയം ചെറുമീനെ. ഓനെ ഇത് കണ്ടോ, അയ്യോ എന്നാ സാധനം നോക്കി, എത്ര കിലോ ഉണ്ട് ഇത്. എല്ലാം കൂടെ ഒരു 5 കിലോയുടെ മേളിൽ, 5ഒന്നും അല്ല, അതിൻ്റെ മേളിൽ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഇന്നിറങ്ങിയതിന് കുഴപ്പമില്ല, ലാഭമായിരുന്നു. ഇത് കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് കണ്ടോ, എത്ര സാധനമുണ്ട്, ലാറ്റം ചെറുമീനുമുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഞാൻ ഈ കൂടൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി, ഗ്രിപ്പർ അതിൻ്റെ അത് കിടക്കാം, അതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ബാക്കി കാസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പണിയായിരുന്നു ഗൈസ്. അപ്പോൾ ടാറ്റാ. ഇത് തുഴയും ഇതിൻ്റെ അളവ് കണ്ടോ, ഇത് കണ്ടോ. അയ്യോ ഞാൻ കാണിച്ചു കറക്റ്റ് കാണിച്ചു. ഇത് കണ്ടോ ചെറുമീൻ്റെ അളവ് വേണം, വലിപ്പം കണ്ടോ. ഇത് കണ്ടോ തുഴ വെച്ച് കാണിക്കാവേ. ഇത് കണ്ടോ തുഴയുടെ ഇത്ര ഉണ്ട്. ഇത് കണ്ടോ തുഴയുടെ ഇവിടം വരെ ഉണ്ട് മീൻ. അവിടുന്ന് ഇത് കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് മീൻ, ചെറുമീൻ. അതായത് ഈ ഒരു തുഴയുടെ ഈ വലിപ്പം ഇതേ നോക്കി, ഡിസ്പ്ലേ നിറഞ്ഞു നിൽക്കുക തുഴ, അത്ര ഉണ്ട് ആ ചെറുമീൻ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത്ര നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുഴ വെച്ച് കാണിച്ചു തന്നെ കേട്ടോ. നമ്മുടെ സ്ഥിരം അളവ് പോലെ ഈ തുഴ വെച്ചാൽ നമ്മൾ മിക്ക മീനെ കാണിക്കുന്നത്. അപ്പോൾ ബൈ ബൈ.